ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ RRB NDPC 2025 അല്ലെ, ആ എക്സാമിന് സീരിയസ് ആയിട്ട് ഭാഗമായിട്ട് നമ്മുടെ കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ഏകദേശം ഒരു 50 ചോദ്യം വരെ അടുപ്പിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. അപ്പൊ നോക്കിയാലോ ഏതൊക്കെ ഡേറ്റുകളാണ് കഴിഞ്ഞ വട്ടം എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്ന്. ഓക്കെ, ഫസ്റ്റ്, ഇൻ ഇന്ത്യ ഡാഷ് ഈസ് ഒബ്സർവ്ഡ് ആസ് രാഷ്ട്രീയ എക്താ ദിവസ് ഓർ നാഷണൽ യൂണിറ്റി ഡേ എവരി ഇയർ. ഏത് ദിവസമാണ് രാഷ്ട്രീയ ഇക്താ ദിവസായി ആചരിക്കുന്നത്? ഏതാടാ ആൻസർ? ഓപ്ഷൻ സി ഏതാണ്? ഒക്ടോബർ 31. ഏതാണ്? ഒക്ടോബർ 31 കേട്ടോ. ഇത് എന്താണെന്ന് അറിയാം, ഈ ഡേറ്റിന്റെ പ്രത്യേകത. ഈ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിവസമാണ്. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിവസമാണ് ഏത്? ഒക്ടോബർ 31 എന്ന് പറയുന്നത്. ആ ദിവസത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രാഷ്ട്രീയ ഇക്താ ദിവസ്, നാഷണൽ യൂണിറ്റി ഡേ ആയി ആചരിക്കുന്നത്. ഏതാണ്? ഒക്ടോബർ 31. ഓക്കെ, നമ്മുടെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഫ്രീഡം ഫൈറ്റേഴ്സ്, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിമാർ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ ആൾക്കാരുടെ ബർത്ത് ഡേറ്റുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട്. സോ അത് കൃത്യമായി എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എവരി ഇയർ പരാക്രം ദിവസ് is celebrated on the birth anniversary of which Indian nationalist? ഏത് ഇന്ത്യൻ നാഷണലിസ്റ്റിന്റെ ബർത്ത് ദിവസമാണ് നമ്മൾ പരാക്രം ദിവസായി ആഘോഷിക്കുന്നത്? ആരുടെയെന്നറിയോ? അത് ഓപ്ഷൻ ഡി. ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസിന്റെ ജന്മദിവസമാണ് നമ്മൾ എന്താഘോഷിക്കുന്നത്? നാഷണൽ പരാക്രം ദിവസായി ആഘോഷിക്കുന്നത് കേട്ടോ. നാഷണൽ പരാക്രം ദിവസ് കേട്ടോ. ആരുടെ ജന്മദിനമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസിന്റെ ജന്മദിവസമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ ഓക്കെ സോ അത് ഏത് ദിവസമാണെന്ന് അറിയോ? ഡേറ്റ് നമുക്ക് തന്നില്ലല്ലോ. ഡേറ്റ് ഏതാ? അത് നമ്മുടെ ജനുവരി 23 കേട്ടോ. ജനുവരി 23 നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് ജനിച്ച ദിവസം കേട്ടോ. ജനുവരി 23 നാഷണൽ പരാക്രം ദിവസ് കേട്ടോ. ആരുടെ ജന്മദിവസമാണ്? സുഭാഷ് ചന്ദ്ര ബോസിന്റെ ജന്മ ദിവസമാണ്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഫ്രീഡം ഫൈറ്റർ ആണല്ലേ. സോ ആ ഡേറ്റും ഇമ്പോർട്ടന്റ് ആയി ചോദിക്കും. അടുത്ത്, നാഷണൽ വുമൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേറ്റ് ഇൻ ഇന്ത്യ? നാഷണൽ വുമൻസ് ഡേ ഏത് ദിവസമാണെന്നറിയോ? നാഷണൽ വുമൻസ് ഡേ ആഘോഷിക്കുന്നത്, നാഷണൽ വുമൻസ് ഡേ ഫെബ്രുവരി 13. ഏതാണ്? ഫെബ്രുവരി 13. ഇത് നമ്മുടെ സരോജിനി നായിഡുവിന്റെ ജന്മദിവസമാണ് കേട്ടോ. നമ്മുടെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിവസമാണ് ഫെബ്രുവരി 13 എന്ന് പറയുന്നത്. ആ ഡേറ്റിലാണ് നാഷണൽ വുമൻസ് ഡേ കേട്ടോ. നമുക്ക് ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്നാ, അത് മാർച്ച് 8 അല്ലേ. മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഇത് നാഷണൽ വുമൻസ് ഡേ എന്നാണ് ചോദിച്ചാൽ എന്താണ്? ഫെബ്രുവരി 13 ആരുടെ? സരോജിനി നായിഡുവിന്റെ ജന്മദിവസമാണ്. ഓക്കെ, വെൻ ഈസ് വേൾഡ് എൻവയോൺമെന്റൽ ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആഘോഷിക്കുന്നത്? ഓക്കെ, വേൾഡ് എൻവയോൺമെന്റൽ ഡേ അതറിയോ? അത് ജൂൺ 5 ആണ്. ഒരു ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഡേ ആണ്. വേൾഡ് എൻവയോൺമെന്റൽ ഡേ എന്നാണ് ജൂൺ 5. ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആചരിക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഡേറ്റ് ആണ്. വെൻ ഈസ് വേൾഡ് എർത്ത് ഡേ ഒബ്സർവ്ഡ്? വേൾഡ് എർത്ത് ഡേ ഇതും ഒരു സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഡേ ആണ്. ലോക വേൾഡ് എർത്ത് ഡേ, ഭൗമദിനം. യെസ്,
ആക്ച്വലി ഇത് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. മാർച്ച് 22, ഏപ്രിൽ 22, മെയ് 22, ഈ 3 ഡേറ്റും ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്കൊരു ആൻസർ ചെയ്യാൻ പറ്റും. കാരണം മാർച്ച് 22 എന്ന് പറയുന്നത് വേൾഡ് വാട്ടർ ഡേ ആണ്, ലോക ജലദിനം, വാട്ടർ ഡേ, മാർച്ച്. ദെൻ ഏപ്രിൽ 22, ഈ വെള്ളമുള്ളത് ഭൂമിയിലല്ലേ, സോ എർത്ത് ഡേ. സോ എർത്ത് ഡേ എന്നാ ഏപ്രിൽ 22. സോ ആൻസർ ആയി ഏപ്രിൽ 22. ഇനി ഈ ഭൂമിയിൽ വെള്ളമുള്ളപ്പോൾ ഈ ഭൂമിയിൽ നല്ലൊരു ബയോഡൈവേഴ്സിറ്റി സൃഷ്ടിക്കാൻ പറ്റി, അല്ലെ? ബയോഡൈവേഴ്സിറ്റി, വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ എന്താണ്? മെയ് 22. സോ ഈ 3 ഡേറ്റും അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മാർച്ച് 22, ഏപ്രിൽ 22, മെയ് 22 കേട്ടോ. മാർച്ച് 22 വാട്ടർ ഡേ, ദെൻ ഏപ്രിൽ 22 വാട്ടർ ഉള്ളത് ഭൂമിയിൽ, എർത്ത് ഡേ. ആ ഭൂമിയിൽ വെള്ളമുള്ളത് കൊണ്ടത് നല്ലൊരു ബയോഡൈവേഴ്സിറ്റി ഡേ എന്നാണ് മെയ് 22-നാണ്. മെയ് 22-നാണ് എന്താണ് വേൾഡ് എന്താണ് ബയോഡൈവേഴ്സിറ്റി ഡേ വരുന്നത്. അതുപോലെ ഈ മാർച്ച് 21 അതും ഇമ്പോർട്ടന്റ്. അത് നമ്മളിതാ ഈ മാർച്ച് 21, 22, 23, 24 ഈ 4 ഡേറ്റ് നമുക്ക് ഒരു ഐഡിയ വെച്ച് പഠിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ വന ജല കാല ക്ഷയാന്ന് പഠിച്ചു വെക്കുക കേട്ടോ. മാർച്ച് 21, 22, 21, 24 വന ജല കാല ക്ഷയം. മാർച്ച് 21 വേൾഡ് ഫോറസ്റ്റ് ഡേ, വനദിനം ആണ്, വന. മാർച്ച് 22 ജല, വാട്ടർ ഡേ. മാർച്ച് 23 കാല എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, മെട്രോളജിക്കൽ ഡേ, 23. ദെൻ ക്ഷയ, ട്യൂബർക്യുലോസിസ് ഡേ. ട്യൂബർക്യുലോസിസ് ഡേ എന്നാണ് മാർച്ച് 24. വനജല കാലക്ഷയ മാർച്ച് 21, 22, 23, 24 ഈ ഡേറ്റുകളിലായി ആഘോഷിക്കുന്നു കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോവ ലിബറേഷൻ ഡേ ഈ സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡേറ്റ്സ്? ഏത് ദിവസമാണ് ഗോവ ലിബറേഷൻ ഡേ ആഘോഷിക്കുന്നത്? ഗോവ ലിബറേഷൻ എന്നറിയോ? അത് ഓപ്ഷൻ ബി ഡിസംബർ 19-നാണ്. ഈ ദിവസമാണ് ഡിസംബർ 19-നാണ് ഗോവ ലിബറേഷൻ ഡേ ആഘോഷിക്കുന്നത് കേട്ടോ. ഏതാണ്? ഡിസംബർ 19-നാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ ഈ ഗോവയെന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടു പോയ ഡേറ്റ് ആണ് കേട്ടോ. ഗോവ, അതാണ് ഗോവ ലിബറേഷൻ ഡേ. ഗോവയിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്തിയ ആ ദിവസമാണ് ഡിസംബർ 19 എന്ന് പറയുന്നത്. എന്നാണ് ഡിസംബർ 19, ഗോവ ലിബറേഷൻ ഡേ. ഓക്കെ, ദെൻ അടുത്തത്, വെൻ ഈസ് വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റഡ്? വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാണ് വരുന്നത്. വേൾഡ് പോപ്പുലേഷൻ ഡേ, വേൾഡ് പോപ്പുലേഷൻ ഡേ വരുന്നത് ജൂലൈ 11-നാണ്. എന്നാണ് ജൂലൈ 11. ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ കേട്ടോ. വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാ പറഞ്ഞത് ജൂലൈ 11 കേട്ടോ. ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ വരുന്നത് കേട്ടോ. ജൂലൈ, അത് ഇമ്പോർട്ടന്റ് ഡേ ആണ്. എക്സാം പോയിന്റ് ചോദിക്കുന്ന ഡേ ആണ് പോപ്പുലേഷൻ ഡേ, ജൂലൈ 11. ദെൻ അടുത്ത്, നാഷണൽ ഹാൻഡ്ലൂം ഡേ ഈ സെലിബ്രേറ്റഡ് എവരി ഇയർ ഓൺ? ഏത് ദിവസമാണ് നാഷണൽ ഹാൻഡ്ലൂം ഡേ ആഘോഷിക്കുന്നത്? ആക്ച്വലി ഈ ഹാൻഡ്ലൂം ഡേ ആഘോഷിക്കുന്ന ഒരു കാരണം ഉണ്ടല്ലേ. എന്താണ് കാരണം? നമ്മുടെ ബംഗാൾ പാർട്ടീഷന്റെ ഭാഗമായിട്ട് 1905 നമ്മുടെ ബംഗാളില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വദേശി പ്രസ്ഥാനം, സ്വദേശി മൂവ്മെന്റ് ആരംഭിച്ചു അല്ലെ. എന്താണ് ഈ സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ? വിദേശികളുടെ വസ്തുക്കൾ ബഹിഷ്കരിച്ച് ഇന്ത്യൻ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുക എന്ന ആശയത്തോടു കൂടി ആരംഭിച്ചതാണ് സ്വദേശി മൂവ്മെന്റ്. ആരംഭിച്ച ഡേറ്റ് 1905 ഓഗസ്റ്റ് 7-നാണ്. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 7 നമ്മൾ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയി ആഘോഷിക്കുന്നത് കേട്ടോ. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഡേറ്റ് എന്ന് 1905 ഓഗസ്റ്റ് 7. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 7-നെ നമ്മൾ എന്താണ് നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയി ആഘോഷിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, വെൻ ഈസ് വേൾഡ് ബൈസൈക്കിൾ ഡേ സെലിബ്രേറ്റഡ്? കേട്ടോ, ഇതൊരു നല്ല ചോദ്യമാണ്. ഇത് 2-3 വട്ടം എക്സാമിന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. വേൾഡ് ബൈസൈക്കിൾ ഡേ എന്നാണ് ആചരിക്കുന്നത്. വേൾഡ് ബൈസൈക്കിൾ ഡേ എന്നറിയോ? അത് ജൂൺ 3-ആണ്. ഏത് ദിവസമാണ്? ജൂൺ 3-നാണ് വേൾഡ് ബൈസൈക്കിൾ ഡേ ആഘോഷിക്കുന്നത് കേട്ടോ. ലോക ബൈസൈക്കിൾ ഡേ ഗ്ലോബലി ആഘോഷിക്കുന്ന എവിടെ, എന്തേ ദിവസമാണ്?
ജൂൺ 3-ാം തീയതിയാണ്, ജൂൺ 3-ന്. ഓക്കെ, നെക്സ്റ്റ് ഡേറ്റ് വേൾഡ് ലെപ്രസി ഡേ. വേൾഡ് ലിപ്രസി ഡേ എന്നാണ് ആഘോഷിക്കുന്നത്. വേൾഡ് ലിപ്രസി ഡേ. ഓക്കെ, അത് ആക്ച്വലി ക്വസ്റ്റ്യൻ എങ്ങനെ, വേൾഡ് ലിപ്രസി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ദി ലാസ്റ്റ് സൺഡേ ഓഫ്, ലാസ്റ്റ് സൺഡേ, അതായത് എല്ലാ വർഷവും എന്താണ് ഏത് മാസത്തിലെ അവസാനത്തെ സൺഡേയിലാണ് വേൾഡ് ലിപ്രസി ഡേ വരുന്നത്? വേൾഡ് ലിപ്രസി ഡേ എന്നറിയോ? വേൾഡ് ലിപ്രസി ഡേ ലിസ്റ്റ് വരുന്നത് ആക്ച്വലി ക്വസ്റ്റ്യൻ ഇതെനിക്കൊണ്ട് ഇത് 2018 ചോദ്യമല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് സൺഡേ ഒരുപക്ഷെ 2018 ആ മാസത്തിലെ ലാസ്റ്റ് സൺഡേയിലായിരിക്കും വേൾഡ് ലിപ്രസി ഡേ വന്നിട്ടുണ്ടാവുക. കാരണം നോർമലി എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ഒരേ സൺഡേ തന്നെ വരണമെന്നില്ല. കാരണം വേൾഡ് ലിപ്രസി ഡേ വരുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ അത് ജനുവരി 30-നാണ്. ജനുവരി 30-നാണ്. പക്ഷെ ജനുവരി 30 എല്ലാ വർഷവും സൺഡേ തന്നെ വരണമെന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ അന്ന് 2018 ആ ചോദ്യം ഇറങ്ങിയ വർഷത്തിൽ എനിക്ക് തോന്നുന്നു ജനുവരിയിലെ ലാസ്റ്റ് സൺഡേ ആയിരിക്കും. അതായിരിക്കും ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചത്. എനിവേ, വേൾഡ് ലിപ്രസി ഡേ പറഞ്ഞത് ജനുവരി മാസത്തിലാണ്. ജനുവരി 30-നാണ് വേൾഡ് ലിപ്രസി ഡേ. വേൾഡ് ലിപ്രസി ഡേ എന്നാ പറഞ്ഞത്? ജനുവരി 30-നാണ് കേട്ടോ. ജനുവരി 30-ആണ് വേൾഡ് ലിപ്രസി. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സ്ഥിരമായി ചോദിക്കുന്ന ഡേറ്റ് ആണ് വേൾഡ് ലിപ്രസി ഡേ, പഠിച്ചു വെക്കുക. ജനുവരി 30-ആണ് വേൾഡ് ലിപ്രസി ഡേ എന്ന് പറയുന്നത് കേട്ടോ. ഈ നമുക്ക് ഇതുപോലെ അസുഖമായി ബന്ധപ്പെട്ട കുറെ ഡേറ്റുകളുണ്ട്. സോ നമുക്ക് ഇതിന്റെ ഒരു പാർട്ട് 2 നമുക്ക് ഞാൻ ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഈ ഒരുപാട് വേൾഡ് ക്യാൻസർ ഡേ, ലിപ്രസി ഡേ, അതുപോലെ ഹെൽത്ത് ഡേ, ഹീമോഫീലിയ ഡേ, ഇങ്ങനെ നമുക്ക് അസുഖമായി ബന്ധപ്പെട്ട തന്നെ കുറെ ഡേറ്റ് വരുന്നുണ്ട്. സോ അത് നമുക്കൊരു വീഡിയോ നമുക്ക് അതിനെ പറ്റി ചെയ്യാം. ഓക്കെ, സോ വേൾഡ് ലിപ്രസി ഡേ പറഞ്ഞത് ജനുവരി 30-നാണ്. ദെൻ അടുത്ത നെക്സ്റ്റ്, ഓൺ വിച്ച് ഡേയ്സ് ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റഡ്? നമ്മുടെ യോഗാ ദിനം അല്ലെ, നമ്മുടെ യോഗാ ദിനം വരുന്നത് നമ്മുടെ സമ്മർ സോളിറ്റേഴ്സ് ഡേയിലാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പകല് കൂടിയ ദിവസം എന്നാ ജൂൺ 21 അല്ലെ. ജൂൺ 21-നാണ് ഇന്ത്യയിൽ ഏറ്റവും പകല് കൂടിയ ലോങ്സ്റ്റ് ഡേ പറഞ്ഞ ആ ഡേ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റേസ് ഡേ എന്ന് പറയും. സമ്മർ സോൾസ്റ്റേസ് ഡേ അതെന്താ? ജൂൺ 21. ആ ജൂൺ 21-നാണ് ഇന്റർനാഷണൽ യോഗാ ദിനം വരുന്നത്. ഇന്റർനാഷണൽ യോഗ ഡേ ഒരു ഇമ്പോർട്ടന്റ് ഡേ ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഡേ ആണ്. ഓക്കെ, ദെൻ അടുത്തത്, വെൻ ദ നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റഡ്? നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാഷണൽ വോട്ടേഴ്സ് ഡേ. നാഷണൽ വോട്ടേഴ്സ് ഡേ വരുന്നത് നമ്മുടെ ജനുവരി 25-ാം തീയതി എന്നാണ്. ജനുവരി 25-നാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ത് ചെയ്യുന്നത്, നിലവിൽ വന്നത് കേട്ടോ. അത് ആക്ച്വലി പറഞ്ഞ കാരണമുണ്ട്. നമ്മുടെ 1900 നമ്മുടെ ജനുവരി 25-നാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ച ഡേ കൂടിയാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ ഡേറ്റ്. അതുകൊണ്ടാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് വന്നത് ജനുവരി 25-ന് കേട്ടോ. ജനുവരി 25, 1950 ജനുവരി 25-നാണ് നമ്മുടെ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. അതുകൊണ്ടാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത് കേട്ടോ. ജനുവരി 25. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഈസ് വേൾഡ് ലിറ്ററസി ഡേ സെലിബ്രേറ്റഡ്? വേൾഡ് ലിറ്ററസി ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വേൾഡ് ലിറ്ററസി ഡേ എന്ന് പറയടാ. വേൾഡ് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ വരുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ് കേട്ടോ. ഓപ്ഷൻ എ സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8-നാണ് നമ്മുടെ വേൾഡ് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആയി ആചരിക്കുന്ന ഡേറ്റ് കേട്ടോ. ഏതാണ്? സെപ്റ്റംബർ 8-ാം തീയതി. സോ അത് നോട്ട് ചെയ്യുക. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. സോ റിപ്പീറ്റ് അടിച്ച് ഈ വട്ടവും എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത്, വെൻ ഈസ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം, നാഷണൽ എഡ്യൂക്കേഷൻ? സോ അത് നമ്മുടെ ഒരാളുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലെ. ആര്? നമ്മുടെ മൗലാന അബുൽ കലാം ആസാദിന്റെ ബർത്ത്ഡേ. അദ്ദേഹം ആരാ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് അല്ലെ. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിവസം ഏത്? നവംബർ 11. ആ ഡേറ്റിലാണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കേട്ടോ, മൗലാന അബുൽ കലാം ആസാദ്. എന്ന ഡേറ്റ് നവംബർ 11-ാം തീയതി.
ഓക്കെ, ദെൻ അടുത്തത് വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് as വേൾഡ് ഹങ്കർ ഡേ എവരി ഇയർ? വേൾഡ് ഹങ്കർ ഡേ ഏത് ദിവസമാണ് എല്ലാ വർഷവും വരുന്നത്? ഓക്കെ, അത് ഓപ്ഷൻ ഡി മെയ് 28-നാണ്. മെയ് 28 കേട്ടോ, മെയ് 28-നാണ് വേൾഡ് ഹങ്കർ ഡേ ആചരിക്കുന്നത് കേട്ടോ. നോട്ട് ചെയ്യുക, കഴിഞ്ഞ വർഷം ചോദിച്ചില്ലേ, സോ റിപ്പീറ്റഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വേൾഡ് ഹങ്കർ ഡേ എന്താണ്? മെയ് 28-നാണ് എന്താണ് ഇന്റർനാഷണൽ ആയിട്ട് വേൾഡിൽ ലോകമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ വേൾഡ് ഫുഡ് ഡേ എന്താണെന്നറിയോ? സോ ഇതിനോടൊപ്പം പഠിച്ചു വെക്കാം. വേൾഡ് ഫുഡ് ഡേ, ഫുഡ് ഡേ, ഹങ്കർ ഡേ മെയ് 22. വേൾഡ് ഫുഡ് ഡേ എന്നാ? വേൾഡ് ഫുഡ് ഡേ വരുന്നത് ഒക്ടോബർ 16 കേട്ടോ. അത് ഇതിനോട് അങ്ങ് പഠിച്ചു വെച്ചു കേട്ടോ. ഒക്ടോബർ 16-നാണ് വേൾഡ് ഫുഡ് ഡേ വരുന്നത് കേട്ടോ. വേൾഡ് ഹങ്കർ ഡേ വന്നത് മെയ് 28. മെയ് 28-ആണ് വേൾഡ് ഹങ്കർ ഡേ കേട്ടോ. വേൾഡ് ഫുഡ് ഡേ വന്നത് ഒക്ടോബർ 16. ഓക്കെ, ദെൻ അടുത്തത് വെൻ ഈസ് വേൾഡ് റെഡ് ക്രോസ് ഡേ സെലിബ്രേറ്റഡ്? റെഡ് ക്രോസ് ഡേ ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റെഡ് ക്രോസ് ഡേ എന്നാണ്? റെഡ് ക്രോസ് എന്ന് പറയുക മെയ് 8 എന്നാണ്. മെയ് 8 കേട്ടോ, അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. മെയ് 8-നാണ് വേൾഡ് റെഡ് ക്രോസ് ഡേ ആചരിക്കുന്നത് കേട്ടോ. വേൾഡ് റെഡ് ക്രോസ് ഡേ എന്നാണ് മെയ് 8. മെയ് 8 ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം, ഒരുപാട് റിപ്പീറ്റഡ് ചോദിച്ചിട്ടുണ്ട് ഈ ഡേറ്റ്. ഓക്കെ, ദെൻ വെൻ ഈസ് വേൾഡ് ഹിന്ദി ഡേ? ഹിന്ദി ഡേ സെലിബ്രേറ്റഡ്. ഇത് കഴിഞ്ഞ വർഷം NTPCക്ക് തന്നെ 2 ഷിഫ്റ്റിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 2 ഷിഫ്റ്റില്, എസ്പെഷ്യലി അതുപോലെ ഗ്രൂപ്പ് ഡിക്ക്, കഴിഞ്ഞ വട്ടത്തെ ഗ്രൂപ്പ് ഡി എക്സാമിനും ഈ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. സോ ഓവറോൾ ഒരു 3 എക്സാം, റെയിൽവേ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് ഹിന്ദി ഡേ എന്നാണ് വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നറിയാടാ? അത് ജനുവരി 10-നാണ്. ഓപ്ഷൻ ബി ജാനുവരി 10. ജാനുവരി 10-ആണ് വേൾഡ് ഹിന്ദി ഡേ, വേൾഡ് ഹിന്ദി ഡേ ആചരിക്കുന്നത് കേട്ടോ. ജനുവരി 10-നാണ്. സോ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. കഴിഞ്ഞ വട്ടം 3 എക്സാമിനാണ് ഇത് ചോദിച്ചത്. ഓക്കെ, ദെൻ അടുത്ത് വേൾഡ് ട്യൂബർക്യുലോസിസ് ഡേ എന്നാണ്? വേൾഡ് ട്യൂബർക്യുലോസിസ്, നമ്മൾ നേരത്തെ പറയുകയാണ് ക്ഷയദിനം, ട്യൂബർക്യുലോസിസ് മാർച്ച്, എങ്ങനെയായിരുന്നു നമ്മുടെ കോഡ്? വന ജല കാല ക്ഷയ അല്ലെ? മാർച്ച് 21, 22, 23, 24. മാർച്ച് 24 നോക്ക്. യെസ്, ഓപ്ഷൻ എ മാർച്ച് ആണ്. ഇതൊരു ഡിസീസസ് ആണല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിപ്രസി ഒക്കെ പോലെ ചോദിക്കുന്ന ഡിസീസസ് ആണ് ട്യൂബർക്യുലോസിസ്. സോ വേൾഡ് ട്യൂബർക്യുലോസിസ് ഡേ എന്ന് ചോദിച്ചാൽ എന്താണ്? മാർച്ച് 24-നാണ്. മാർച്ച് 24-നാണ് വേൾഡ് ട്യൂബർക്യുലോസിസ് ഡേ. അടുത്ത് ഏത് ദിവസമാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡേയ്സ് ഒബ്സർവ്ഡ് as വേൾഡ് ബ്ലഡ് ഡോണർ ഡേ? ഏത് ദിവസമാണ് ലോക ബ്ലഡ് ഡോണർ ഡേ ആചരിക്കുന്നത് കേട്ടോ? വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നറിയോ? അത് ഓപ്ഷൻ എ ജൂൺ 14-നാണ് കേട്ടോ. ജൂൺ 14-നാണ് വേൾഡ് എന്ത് ബ്ലഡ് ഡോണർ ഡേ ആചരിക്കുന്നത് കേട്ടോ. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്താണ്? ജൂൺ 14. സോ ഇമ്പോർട്ടന്റ് ആണ്, ഇതും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നാണ്? ജൂൺ 14-ആണ്. ഓക്കെ, സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്ന ഇതാണ്. ഓക്കെ, ഞാൻ കൂടെ തന്നെ 1-2 ഡിസീസുമായി ബന്ധപ്പെട്ട 2 ഡേറ്റുകൾ ഞാൻ പറഞ്ഞുതരാം, സ്ഥിരമായി ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ട്യൂബർക്യുലോസിസ് ഡേ നമ്മൾ കണ്ടായിരുന്നു, എന്നായിരുന്നു? മാർച്ച് 24. അതുപോലെയാണ് വേൾഡ് മലേറിയ ഡേ എന്നാണ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഡേ. വേൾഡ് മലേറിയ ഡേ എന്താണെന്നറിയോ? ഏപ്രിൽ 25-ന് വേൾഡ് മലേറിയ ഡേ, ഒരു സ്ഥിരം ചോദ്യം. പിന്നെ ചോദിക്കുന്നതാണ് നമ്മുടെ വേൾഡ് പോളിയോ ഡേ. പോളിയോ ഡേ എന്നറിയോ? പോളിയോ ഒക്ടോബർ 24 കേട്ടോ. ഏപ്രിൽ 25-ന് മലേറിയ ഡേ, പോളിയോ ഡേ ഒക്ടോബർ 24-ന്. ഒക്ടോബർ 24-നാണ് എന്ത്? വേൾഡ് എന്ത് പറഞ്ഞ? വേൾഡ് പോളിയോ ഡേ കേട്ടോ. വേൾഡ് പോളിയോ ഡേ എന്നാണ്? ഒക്ടോബർ 24-നാണ്. ഓക്കെ, സോ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോ ഈ ഒരു സെറ്റില് നമ്മൾ എന്താണ് 20 കഴിഞ്ഞ വർഷം കഴിഞ്ഞ NTPC എക്സാമിന് വെച്ച 20 ഇമ്പോർട്ടന്റ് ഡേറ്റ്സും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് വരുന്നത്. ഇതിന്റെ ഒരു പാർട്ട് 2 കൂടെ ചെയ്യുന്നുണ്ട്. സോ പാർട്ട് 2-ൽ നമുക്ക് ബാക്കി കഴിഞ്ഞ വർഷം ഏതൊക്കെ ഡേറ്റ്സുകളാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പൊ അത് ബേസ് ചെയ്ത് നിങ്ങൾ ഈ വർഷത്തെ എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യുക? ഡേറ്റുകൾ പഠിച്ചിട്ട് പോവുക. ഉറപ്പ് ഒരു GK ചോദ്യം എന്ത് ചെയ്യുന്ന വരും? ഡേറ്റ്സിൽ നിന്ന് വരുന്നതാണ്. സോ ഈ പറയുന്ന ഡേറ്റുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, സോ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.